ശ്രീ മുഹമ്മദ് ഷിയാസ്, അങ്ങേക്ക് 9 മിനിറ്റ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിയിട്ടുള്ള വിഷയത്തെ പരിപൂർണമായി പിന്താങ്ങുകയാണ്. പുതുയുഗ കേരളത്തിന് വേണ്ടി നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക വളർച്ചയും സാമൂഹിക നീതിയും ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളും പരിസ്ഥിതി സംരക്ഷണവും ഒരുപോലെ സമന്വയിപ്പിക്കുന്ന സമഗ്രമായ വികസന കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഈ നയപ്രഖ്യാപനം ഈ സഭയിൽ നടന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ അസഹിഷ്ണുത ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അംഗങ്ങൾക്കും അവരുടെ പാർട്ടിക്കും വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ് ഈ സഭയിൽ ഈ ചർച്ചയിലുടനീളം നമുക്ക് കാണാൻ കഴിഞ്ഞു. ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് അത് 10 വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണത്തെ വിലയിരുത്തി നൽകിയ ഒരു മാൻഡേറ്റാണ്. അത് ഒരിക്കലും PR വർക്കുകളിലൂടെ മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രലോഭകരമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് ഉണ്ടാക്കിയെടുത്ത ഒന്നല്ല എന്ന് മലയാളികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. അവരൻ്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കണം എന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ ഒരു മൈക്ക് ഓപ്പറേറ്ററുടെ ശബ്ദം പോലും ആസ്വദിക്കാൻ കഴിയാത്തവരായി 10 വർഷക്കാലത്തിനിടയിൽ മാറിയത് നമ്മൾ നിരവധി പ്രാവശ്യം കാണുകയുണ്ടായി. പിന്നെ എങ്ങനെയാണ് സാർ ഇവർക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുന്നത്? കേരളത്തിൻ്റെ സമസ്ത മേഖലകളും തകർത്ത് തരിപ്പണമാക്കിയത് നിരവധി സംഭവങ്ങളിൽ ജനങ്ങൾ അസഹിഷ്ണുതയോടുകൂടി അതിനെ നോക്കിക്കണ്ടതും 10 വർഷക്കാലം ഭരിച്ച ഒരു സർക്കാരിന് ഇനിയും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത ഇടതുപക്ഷ ജനപ്രതിനിധികൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ നാട് മാറണ്ടേ? നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനവും ജനക്ഷേമവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പദ്ധതികളുമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇന്ദിരാ ഗ്യാരണ്ടി, അത് ഈ സമൂഹത്തിന് ദിശാബോധം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര കേരളത്തിലെ സ്ത്രീകളായിട്ടുള്ള മുഴുവൻ ആളുകളും ആഗ്രഹിച്ച ഒന്നാണ്. അതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. വയോജനങ്ങൾക്ക് വേണ്ടി പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത് എത്ര മഹത്തരമായിട്ടുള്ള ഒന്നാണ്. അവരുടെ പോലും വിഭവശേഷി ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന രീതിയിലേക്ക് ഒരു നാട് മാറാനും അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും മറ്റ് സംസ്ഥാനങ്ങൾക്കും ലോകത്തിനും മാതൃകയാകാനും നമ്മുടെ നാടിന് കഴിയുന്നുണ്ടെങ്കിൽ അതൊരു നല്ല സർക്കാരിൻ്റെ സമീപനമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. വിദ്യാർത്ഥിനികൾക്കുള്ള സഹായം, ക്ഷേമ പെൻഷൻ്റെ വർധനവ്, ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിലുള്ള ഇൻഷുറൻസ് പദ്ധതി, യുവ സംരംഭകരെ സഹായിക്കാനുള്ള പലിശരഹിത വായ്പകൾ, നടപ്പിലാക്കാൻ പോകുന്ന ഈ പദ്ധതികൾ അത് കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് പോർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ടൂറിസം രംഗത്തെ വലിയ മുന്നേറ്റങ്ങൾ, ഇതൊക്കെ നമ്മുടെ നാടിന് ഇനി എപ്പോഴാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ്
ഈ സർക്കാർ ഇനിയുള്ള ദിവസങ്ങളിൽ നേതൃത്വം കൊടുക്കുക എന്നുള്ളത് നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒന്നാണ്. ഞാൻ കൊച്ചി നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധിയാണ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരിക്കലും കാണാൻ കഴിയാത്ത അസുഖകരമായിട്ടുള്ള പരാമർശങ്ങൾ, ക്യാമ്പയിനുകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലുണ്ടായിരുന്നു. RSSും സംഘപരിവാറും ഇന്ത്യ മുഴുവൻ നടത്തുന്ന വിദ്വേഷകരമായിട്ടുള്ള ക്യാമ്പയിൻ അത് കേരളത്തിലുമുണ്ടായി. അതിന് നേതൃത്വം കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച അംഗം സൂചിപ്പിച്ചില്ലേ ഇവിടെ ഈ നിയമസഭയിലെ ഒരംഗത്തെക്കുറിച്ച്, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഇന്ന് പാർലമെൻറ്റിൽ ഇരിക്കുന്ന ഒരംഗത്തെക്കുറിച്ച്, എത്ര ആളുകളെക്കുറിച്ച്. ഞാൻ പ്രതിനിധാനം ചെയ്ത കൊച്ചി നിയമസഭാ മണ്ഡലത്തിൽ പോലും CPMൻ്റെ ക്യാമ്പയിൻ അത്തരത്തിലുള്ള ക്യാമ്പയിനായിരുന്നു. അപ്പോൾ മതനിരപേക്ഷതയെക്കുറിച്ച് സംസാരിക്കുകയും ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളെക്കുറിച്ച് പറയുകയും ചെയ്യുന്നവർ ജനാധിപത്യത്തെ ഇല്ലാതാക്കുകയും മതനിരപേക്ഷത തകർക്കുകയും ചെയ്യുന്ന ആളുകളായി മാറുന്നത്, നിങ്ങളും സംഘപരിവാറും തമ്മിൽ എന്താണ് വ്യത്യസ്തതയുള്ളത്? നിങ്ങളും അവരും തമ്മിൽ എന്ത് വ്യത്യസ്തതയാണുള്ളത്? പറയുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന നേതാക്കന്മാരെ ജനം തിരസ്കരിക്കുന്ന കാലഘട്ടം അതിവിദൂരമല്ല. അതുകൊണ്ടാണ് ശുഷ്കമായ അംഗങ്ങളുമായി നിങ്ങൾക്ക് പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നതെന്നുള്ള യാഥാർത്ഥ്യബോധമാണ് നിങ്ങളെ നയിക്കേണ്ടത്. ആ യാഥാർത്ഥ്യബോധത്തിൽ നിന്നാണ് നിങ്ങളുടെ പ്രവർത്തനം തുടങ്ങേണ്ടത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ കേരളത്തിൽ നടക്കുന്ന കാഴ്ച എന്താണ്? വിദ്യാർത്ഥികളും യുവജനങ്ങളും പാർട്ടിയും ഒരുമിച്ചിറങ്ങി എന്തെല്ലാം അക്രമങ്ങളാണ് കേരളത്തിൽ നടത്തിയത്? എന്ത് സമരമാണ് നിങ്ങൾ നടത്തിയത്? നിങ്ങൾ എന്താണ് പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ, നിങ്ങൾ എന്ത് പ്രതീക്ഷയാണ്, എന്ത് സന്ദേശമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ കൊടുത്തത്? നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ഭരണം വന്നതിന് ശേഷം ആരോഗ്യരംഗത്തുണ്ടായ 2-3 ദിവസങ്ങളിൽ വന്ന വാർത്തകൾ, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലുണ്ടായ ചെറിയ വാർത്തകൾ, അതിനെക്കുറിച്ച് നിങ്ങൾ വിമർശിച്ചില്ലെങ്കിലും നിങ്ങൾ അതിലൂടെ പരാമർശിക്കപ്പെട്ടു. കഴിഞ്ഞ 10 വർഷക്കാലം ഇതുപോലെ എത്രയെത്ര വാർത്തകളാണ് ഭരണാധികാരികൾ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുമ്പിലെത്തിയത്? ആ വാർത്തകളിൽ എന്ത് നടപടിയാണ് ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ സ്വീകരിച്ചത്? ആത്മാർത്ഥത നിറഞ്ഞ സമീപനം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് മാത്രമല്ല, പരാതി പറഞ്ഞ ആളുകളോട് അസഹിഷ്ണുതയോടുകൂടി കണ്ട് അവർക്കെതിരായിട്ടുള്ള നിയമ നടപടികളാണ് നിങ്ങൾ സ്വീകരിച്ചത്. നിങ്ങളിപ്പോഴും അതിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് എക്സാലോജിക്ക് പോലെയുള്ള ഒരു കേസിൽ പാർട്ടിയുടെ ഭാരവാഹിത്വമില്ലാത്ത ഒരാൾക്ക് വേണ്ടി പാർട്ടി മുഴുവൻ തെരുവിലിറങ്ങി അക്രമം നടത്തിയത്. നിങ്ങൾ ഫ്ലെക്സ് ബോർഡുകളെ കുറിച്ചൊക്കെ ഇവിടെ സംസാരിച്ചില്ലേ? എറണാകുളം ജില്ലയിൽ മരട്ടിൽ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ മുഖ്യമന്ത്രിയുടെ വീടിൻ്റെ സമീപത്തിരുന്ന ഒരു ഫ്ലെക്സ് ബോർഡ് CPMൻ്റെ ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് വന്ന് അടിച്ച് നശിപ്പിച്ചത്. പോലീസ് കേസെടുത്തപ്പോൾ പിറ്റേ ദിവസം CITക്കാരെ വിട്ട് പുതിയ ബോർഡ് അടുപ്പിച്ച് വയ്ക്കേണ്ടി വന്ന നാണം കെട്ട സാഹചര്യം അവിടെ പാർട്ടിക്കുണ്ടായി. ഇപ്പോഴും നിങ്ങൾ മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ അസഹിഷ്ണുതയാണ് നിങ്ങളെ നയിക്കുന്നത്. ഈ അസഹിഷ്ണുതയോട് കൂടിയിട്ടാണ് ഈ ഹൗസിൽ നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഇനിയുള്ള 5 വർഷക്കാലം കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസനപരമായിട്ടുള്ള ഈ പദ്ധതികളും ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന സാമൂഹിക പദ്ധതികളും അതിനെയെല്ലാം അസഹിഷ്ണുതയോടുകൂടി കണ്ട് സമരങ്ങളുമായി പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ് തുടക്കം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്ലീസ് കൺക്ലൂഡ്. ഇതെല്ലാം ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. ഈ നോക്കിക്കാണുന്ന ഈ ജനങ്ങൾ അതിനെതിരായി ശക്തമായ പ്രതിരോധം തീർക്കും. ഭരണത്തിലിരുന്നപ്പോൾ ജനങ്ങൾ ആഗ്രഹിച്ച നിരവധി പദ്ധതികൾ നടപ്പിലാക്കാൻ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ സർക്കാരിന് കഴിയാതിരുന്നതും
ജനങ്ങളെ കബളിപ്പിച്ചതും എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെയുണ്ട്. കൊച്ചി നിയോജക മണ്ഡലത്തിലെ തീരദേശമായ ചെല്ലാനത്തെ കടലാക്രമണം മൂലം കഷ്ടപ്പെടുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് സഹായകരമാകേണ്ട ടെട്രാപാഡ് പദ്ധതി സാങ്കേതിക അനുമതി പോലും കിട്ടാതെ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് വന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തപ്പോൾ, ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്, ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത പദ്ധതിക്ക് സാങ്കേതികമായിട്ടുള്ള അനുമതിയില്ലാതെ ഉദ്ഘാടനം നടത്തിയെന്ന് പറയുന്നത് ഒരു ജനതയോട്, അവിടുത്തെ മുഴുവൻ വൈദികരെയും വിളിച്ചു വരുത്തി സ്റ്റേജിലിരുത്തി ഉദ്ഘാടനം നടത്തി ആ വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് സർക്കാരിൻ്റെ അനുമതിയില്ലാത്ത പദ്ധതിയായിരുന്നു എന്നുള്ളത് പിന്നീട് ജനം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അറിഞ്ഞതും നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിലുള്ള കാപട്യങ്ങളും വസ്തുതാവിരുദ്ധമായിട്ടുള്ള നടപടികളും അസഹിഷ്ണുതകളുമാണ് ഇപ്പോഴും നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ജനങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കണ്ട് ചെയ്യാൻ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത് സാമൂഹ്യ പുരോഗതി ലക്ഷ്യം വച്ച് വികസനം ലക്ഷ്യം വച്ച് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരായിരിക്കും വരുന്ന 5 വർഷക്കാലത്തെ വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ സർക്കാർ. ആ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് പരിപൂർണമായ പിന്തുണ നൽകിക്കൊണ്ട്